ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും നിങ്ങളുടെ മുമ്പാകെ തിരുവചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. വരുന്ന 13 എപ്പിസോഡുകളിലായി ഒരു പുതിയ വിഷയം പഠിക്കുവാനും ധ്യാനിക്കുവാനും ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ഹിതത്താൽ ദൈവം നമ്മെ എല്ലാവരെയും വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി വരുന്ന 13 എപ്പിസോഡുകളിലായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും സമാഗമന കൂടാരം എന്ന വിഷയം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഇതൊരു പ്രസംഗത്തിൻ്റെ രീതിയിലാണ് പറയുന്നതെങ്കിലും ഒരു പഠനമായി നിങ്ങൾ കൈക്കൊള്ളണമേ എന്ന് ആദ്യമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു പഠനത്തിൻ്റെയും ഒപ്പം തന്നെ ഒരു ദൈവവചന പ്രഘോഷണത്തിൻ്റെയും രണ്ടിൻ്റെയും തമ്മിലുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ അവലംബിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചു കൊള്ളുന്നു. നമുക്കൊരു പ്രാർത്ഥിച്ച ശേഷം നമുക്ക് തിരുവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, 13 എപ്പിസോഡുകളിലായി ഞങ്ങൾ ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധ വേദപുസ്തകത്തിൽ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതെന്ന് തോന്നുന്ന ഒരു ഭാഗമാണല്ലോ സമാഗമന കൂടാരം. പക്ഷേ എന്നാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം മറ്റൊന്നും തന്നെ ഇല്ല എന്ന് അടിയങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കത് മനസ്സിലാക്കുവാനും അത് പഠിച്ച് ആ ജീവിതത്തിൽ പകർത്തുവാനും അതിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. കൃപയാൽ നിറയ്ക്കണം. സകലമാനും മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവിൻ നാം ചോദിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് സമാഗമന കൂടാരം എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സമാഗമന കൂടാരം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ സമാഗമന കൂടാരം എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. തുടർന്നും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലുള്ള സമാഗമന കൂടാരത്തിൻ്റെ ധാരാളം ഉദാഹരണങ്ങളോടുകൂടി അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ ധാരാളം കാര്യങ്ങൾ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സമാഗമന കൂടാരത്തിലൂടെ ദൈവം നമ്മോട് പറയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥതലങ്ങൾ? അത് നാം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ്, അല്ലെങ്കിൽ എന്താണ് അതും ദൈവം നമുക്ക് തരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്? ഇന്ന് ലോകത്തിലെ പല ആളുകൾക്കും സമാഗമന കൂടാരമെന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഒരു മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മർമ്മമായിട്ട് അവശേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുവാൻ ആളുകൾക്ക് വളരെ താല്പര്യമില്ല എന്ന് തോന്നുന്ന ഒരു വിഷയമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. പ്രിയതമക്കളെ, എൻ്റെ ജീവിതത്തിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ സമാഗമന കൂടാരം എന്ന വിഷയം പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും അത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രമാത്രം മനോഹരമായിട്ടുള്ള, ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട, ഇത്രമാത്രം അർത്ഥതലങ്ങളുള്ള ഒരു വിഷയം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വിവരിക്കുവാൻ വാക്കുകളില്ല എന്ന് പറയുവാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രമാത്രം എന്ന് നാം മനസ്സിലാക്കണം. കൂടാതെ തന്നെ സമാഗമന കൂടാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി എന്താണെന്ന്, ദൈവം എന്താണ് ചെയ്തതെന്ന്
ലോകത്തോട് വിളിച്ച് പറയുന്ന അതിപ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമാഗമന കൂടാരം പഠിക്കുവാൻ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം അതിനെക്കുറിച്ച് പഠിച്ചാൽ, സമാഗമന കൂടാരത്തെക്കുറിച്ച് ആത്യന്തികമായി പഠിക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷ അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും യേശു ആരാണെന്നും യേശു എന്താണെന്നും യേശു എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്നും അധികമായി പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അത് പഠിക്കുന്നത് ഒരിക്കലും അത് സാത്താന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ സമാഗമന കൂടാരം പഠിക്കുന്ന കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ ഒരു പ്രയാസമായിട്ട് തോന്നുകയാണ്. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ആ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായിട്ട്, അല്ലെങ്കിൽ അത് പഠിക്കുവാൻ തക്കോണം മനസ്സിൽ അതിൻ്റെ ഉള്ളിൽ അതെങ്ങനെ പഠിക്കും, അത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ആ സമാഗമന കൂടാരത്തെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, അതുകൊണ്ട് തന്നെ അത് പഠിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നുമെങ്കിലും വളരെ ലളിതമായി നമുക്ക് പഠിക്കാൻ തക്കോണം സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ അത് വളരെ വ്യക്തതയില്ലാത്തതായിട്ടും ഒപ്പം തന്നെ പഠിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടും ഒക്കെയും തോന്നുമെങ്കിലും ദേവദാസന്മാരുടെ പ്രസംഗത്തിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രസംഗം കേട്ടുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് സിമ്പിളായി വളരെ ലളിതമായിട്ട് പഠിക്കാൻ തക്കോണം സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് നമ്മളൊരു യാത്രയാണ്, സമാഗമന കൂടാര പഠനത്തിൻ്റെ ഒരു യാത്ര നമ്മളിനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ പഠിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് എന്നോടൊപ്പം പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ആ സമാഗമന കൂടാരം നമുക്ക് പഠിക്കാൻ തക്കോണം സാധിക്കും. സമാഗമന കൂടാരം പഠിക്കുമ്പോൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, സമാഗമന കൂടാരത്തിന് 2 ഭാഗങ്ങളുണ്ടതായിട്ട് നാം കാണുന്നു. 2 ഭാഗങ്ങൾ. ഒന്നാമതായി സ്വർഗീയ സമാഗമന കൂടാരം, രണ്ടാമതായിട്ട് ഭൗതിക സമാഗമന കൂടാരം. ഈ 2 സമാഗമന കൂടാരത്തെക്കുറിച്ചും വ്യക്തമായി നാം പഠിക്കുമ്പോഴാണ് ആ സമാഗമന കൂടാരം പൂർണ്ണമായി തീരുകയുള്ളൂ. എന്താണ് സ്വർഗീയ സമാഗമന കൂടാരം? ഇന്ന് നമ്മൾ അതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്വർഗീയ സമാഗമന കൂടാരം, ഭൗതികമായൊരു സമാഗമന കൂടാരമുണ്ട്, ഒപ്പം തന്നെ സ്വർഗീയമായൊരു സമാഗമന കൂടാരമുണ്ട്. അപ്പോൾ സ്വർഗീയമായ സമാഗമന കൂടാരം എന്താണെന്ന് നാം ആദ്യമായി മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഭൗതികമായ സമാഗമന കൂടാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അപ്പോൾ പർവ്വതത്തിൽ കയറി വന്ന മോശയോട് ദൈവം പറയുന്നുണ്ട്, സ്വർഗീയൻ്റെ മാതൃക പ്രകാരം, സ്വർഗത്തിൻ്റെ മാതൃക പ്രകാരമാണ് സമാഗമന കൂടാരം നിർമ്മിക്കേണ്ടതെന്ന് പറയുമ്പോൾ സ്വർഗത്തിലൊരു സമാഗമന കൂടാരം ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് നാം മനസ്സിലാക്കണം, സ്വർഗത്തിലെ ഒരു സമാഗമന കൂടാരമുണ്ട്. കൂടാതെ തന്നെ പിശാച് ആയി മാറുന്നതിന് മുമ്പ് ലൂസിഫർ എവിടെയായിരുന്നു? അവൻ വിശുദ്ധ മന്ദിരത്തിലായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം, അവൻ്റെ വിശുദ്ധ മന്ദിരം എന്നുള്ള അവനെ എവിടെയാക്കിയിരുന്നു? വിശുദ്ധ ദേവപർവ്വതത്തിൽ, വിശുദ്ധ മന്ദിരത്തിലാക്കിയിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം വിശുദ്ധ സ്വർഗത്തിൽ, അല്ലെങ്കിൽ സ്വർഗത്തിലൊരു വിശുദ്ധ മന്ദിരമുണ്ട്. അവിടെയായിരുന്നു സാത്താൻ ആകുന്നതിന് മുമ്പേ കെരൂബായിരുന്ന ലൂസിഫർ, ദൈവത്തിൻ്റെ പ്രധാന അല്ലെങ്കിൽ ഒരു ഗായക സംഘത്തിൻ്റെ തലവനായിരുന്ന ലൂസിഫർ എന്ന് പറയുന്ന ദൂതൻ അല്ലെ കെരൂബ് സ്വർഗീയ സമാഗമന കൂടാരത്തിലായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രതിമക്കളെ, അപ്പോൾ സ്വർഗത്തിലൊരു സമാഗമന കൂടാരമുണ്ട്. സ്വർഗത്തിലെ സമാഗമന കൂടാരമുള്ളതിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എന്താണ്? നമുക്കറിയാം, വലിയ എയർപോർട്ടുകൾ അല്ലെങ്കിൽ എയർപോർട്ടുകളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ വലിയ വലിയ ഫാക്ടറികളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഫയർ റെസ്ക്യൂ അല്ലെങ്കിൽ സെൻറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തീ പിടിക്കാതിരിക്കാനുള്ള ധാരാളമായിട്ടുള്ള കാര്യങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു ജോലിയില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു തീ പിടിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എത്ര നാൾ വേണമെങ്കിലും അത് അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് അതിന് ഒരു ജോലി ഇല്ല എന്നർത്ഥത്തിൽ ഇങ്ങനെ കാണപ്പെടുമെങ്കിലും, പക്ഷേ എന്നെങ്കിലും അവിടെ ഒരു തീ പിടിച്ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേല ആരംഭിക്കും എന്ന് പറയുന്നത് പോലെയുള്ള സംവിധാനമാണ് സമാഗമന കൂടാര സ്വർഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വിശുദ്ധന്മാർ മാത്രമുണ്ടായിരുന്നു. ദൈവവും വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ
സ്വർഗത്തിലെ എല്ലാ ദൂതന്മാരും ദൈവം വിശുദ്ധന്മാരായിരിക്കുമ്പോൾ സമയത്ത് പിശാച്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ക്ഷമിക്കണം, പകരം ലൂസിഫർ എന്ത് ചെയ്തു? അവൻ്റെ ഹൃദയത്തിൽ പാപം ഉടലെടുത്തു. ലൂസിഫറിൻ്റെ ഹൃദയത്തിൽ പാപം ഉടലെടുത്തപ്പോൾ പാപം സ്വർഗത്തിൽ പ്രവേശിച്ചു. എങ്ങനെ? ലൂസിഫറിൻ്റെ ഹൃദയത്തിൽ പാപം, അനുസരണക്കേട്, മത്സരമൊക്കെയും അവൻ്റെ ഹൃദയത്തിൽ, അസൂയൊക്കെയും അവൻ്റെ ഹൃദയത്തിൽ ഉരുവായ സമയത്ത് ആ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഉരുവായി തീർന്ന പാപത്തിൻ്റെ കണികയെ പുറത്താക്കുവാൻ തക്കവണ്ണം, നേരത്തെ നാം പറഞ്ഞതുപോലെ ഒരു ഫാക്ടറിയിലോ ഒരു എയർപോർട്ടിലോ ഒരു തീപിടുത്തം നടന്നാൽ ആ തീയെ ആളിക്കത്താതെ ആ ഫാക്ടറിയെയും ആ എയർപോർട്ടിനെയും അവിടെയുള്ള ജനങ്ങളെയും നശിപ്പിച്ച് കളയുന്ന ആ വലിയ തീയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ മുൻകൂട്ടി നിർമ്മിച്ച് വച്ചിരിക്കുന്ന ഫയർ റെസ്ക്യൂ സംവിധാനം അതവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. എന്ന് പറയുന്ന പോലെ സ്വർഗീയ സമാഗമന കൂടാരത്തിൽ പാപം എപ്പോഴാണോ ഉടലെടുത്തത്, ആ ഉടലെടുത്ത പാപത്തിൻ്റെ അതിനെ എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യുവാൻ തക്കോണം സമാഗമന കൂടാരത്തിൻ്റെ പ്രവർത്തനം അവിടെ ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പാപം ഉള്ളെടുത്ത സമയത്ത് തന്നെ സമാഗമന കൂടാരം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ എന്താണ്? സ്വർഗീയ സമാഗമന കൂടാരത്തിൽ മോശയുടെ സമയത്ത് ഇസ്രായേൽ മക്കൾ ആ സീനായ് മരുഭൂമിയിൽ വന്ന് സമാഗമന കൂടാരം പണിയുന്നതിന് മുമ്പ് തന്നെ സമാഗമന കൂടാരത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ മക്കളെ, അവിടെയാണ് സമാഗമന കൂടാരത്തിൻ്റെ പ്രസക്തി. എന്ന് പറഞ്ഞാൽ പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതികളെ, അതിൻ്റെ വ്യവസ്ഥകളെ എപ്രകാരമാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത് എന്നുള്ളതിന് ദൈവം പ്രവർത്തിക്കുന്ന വിവിധ ഘട്ടങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. സ്വർഗത്തിലാണ് അതാദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതാണ് സ്വർഗീയ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മാതൃക പ്രകാരം സമാഗമന കൂടാരം നിർമ്മിക്കുക എന്ന് ദൈവം മോശയോട് പറഞ്ഞാൽ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ സ്വർഗത്തിൽ ആ സമാഗമന കൂടാരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആരംഭിച്ചപ്പോൾ നമുക്കറിയാം, അവിടെ പാപം ഉടലെടുത്തപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ മരിക്കാനായിട്ട് റെഡിയായി. എനിക്കൊരു ശരീരം മാത്രം നൽകിയാൽ മതി, ഞാൻ മരണപ്പെടാൻ റെഡിയാണെന്നുള്ള ആ ഒരു വലിയ സമർപ്പണം കർത്താവായ യേശു ക്രിസ്തു അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പിശാച് അല്ലെങ്കിൽ സാത്താൻ ആ മാറുന്ന സ്വർഗീയമായ ദൂതൻ സാത്താനായി മാറുന്ന സമയത്ത് അപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു അവൻ മരിക്കേണ്ട സ്ഥലത്ത് കർത്താവായ യേശു ക്രിസ്തു മരിക്കുവാൻ റെഡിയായി സ്വർഗത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പാപം ഉടലെടുക്കുന്ന എപ്പോഴാണോ അപ്പോൾ തന്നെ സമാഗമന കൂടാരത്തിൻ്റെ പ്രവർത്തനത്തെ ആരംഭിക്കുകയാണ്. അത് നമുക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ സൃഷ്ടിയുടെ സമയത്തേക്ക് വരുമ്പോൾ അവിടെ ആദാം പാപം ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ പാപത്തിന് പരിഹാരമായിട്ട് അവിടെ ഒരു ആട്ടിൻ കുഞ്ഞിനെ അവിടെ അറുക്കപ്പെടുന്നു. അതുപോലെ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ പിശാച് അല്ലെങ്കിൽ ലൂസിഫർ പാപം ചെയ്തപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു ആ പാപത്തിന് പരിഹാരകനായി മരിക്കുവാൻ തക്കൊണ്ട് റെഡിയായിരിക്കുന്നു. ഇവിടെ ഭൂമിയിലും അപ്രകാരം ആദാം പാപം ചെയ്യുന്നു. അവൻ്റെ പരിണതഫലമായി അവിടെ ഒരു ആട്ടിൻകുട്ടി അവിടെ യാഗമാകുവാൻ തക്കൊണ്ട് പോവുകയാണ്. പ്രതിമക്കളെ, സ്വർഗീയ സമാഗമന കൂടാരം അതിൻ്റെ ചുരുക്കമായ ചില കാര്യങ്ങളാണ് നാം പഠിച്ചത്. എന്താണ് സമാഗമന കൂടാരം എന്ന് പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തിന് 2 ഭാഗങ്ങൾ ഉള്ളതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ 2 ഭാഗങ്ങളിൽ ഒന്ന് ഭൗതികമായ സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ മൂർത്തമായ സമാഗമന കൂടാരം, നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദർശിക്കുവാൻ കഴിയുന്നത്, നമുക്ക് തൊടുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമ്മളത് തൊട്ടിട്ടില്ലെങ്കിലും മനുഷ്യരാശിയായിട്ടുള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള ഇസ്രായേൽ മക്കൾ അതിനെ തൊട്ടിട്ടുണ്ട്, അതിനെ സ്പർശിച്ചിട്ടുണ്ട്, അതിനെ കണ്ടിട്ടുണ്ട്.
ആ കാണുന്നതായ മൂർത്തമായ സമാഗമന കൂടാരം. രണ്ടാമത്തേത് അല്ലെങ്കിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് സ്വർഗീയമായ സമാഗമന കൂടാരമാണ്. നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കില്ല, നമുക്ക് അതിനെ സ്പർശിക്കാൻ കൊണ്ട് സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും ആ സമാഗമന കൂടാരം സ്വർഗത്തിലുണ്ട്. അതിൻ്റെ മാതൃകപ്രകാരമാണ് ഭൂമിയിൽ മോശ സമാഗമന കൂടാരം നിർമ്മിച്ചതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എങ്കിലും നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ സ്വർഗീയ സമാഗമന കൂടാരം നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി എങ്ങനെയാണ് നിറവേറ്റപ്പെട്ടത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് സമാഗമന കൂടാരം പഠിക്കുവാൻ ആളുകൾക്ക് മടിയായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സമാഗമന കൂടാരം പഠിക്കുവാൻ നമുക്ക് പ്രയാസമെന്ന് തോന്നുന്നത്? സാധാരണ അറിയാം, ഇത് ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുകയും യേശുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ആ അറിവ് അവർ പാപം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവൻ നയിപ്പാൻ തക്കവണ്ണം അവർ പ്രേരിപ്പിക്കപ്പെടും. ഒരിക്കലും അതുകൊണ്ട് സമാഗമന കൂടാരം പഠിക്കുവാൻ തക്കവണ്ണം ആരെ ഞാൻ സമ്മതിക്കുകയില്ല എന്ന വാശിയോടുകൂടി സമാഗമന കൂടാരം ഒരു കീറാമുട്ടിയായിട്ട്, അത് പഠിക്കുവാൻ പ്രയാസമുള്ളതായിട്ട്, അത് പഠിക്കുവാൻ തക്കവണ്ണം ബുദ്ധിമുട്ട് നിറഞ്ഞതായിട്ട് സാത്താൻ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അപ്രകാരം വരുത്തി തീർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രിയമക്കളെ, നിങ്ങൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടവരുമാറാകട്ടെ. അതിനെ കൂടുതൽ പഠിക്കുക, അതിൻ്റെ ഓരോ ഉപകരണങ്ങൾ പഠിക്കുക, അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ ഓരോ വിവിധ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഓരോ സമാഗമന കൂടാരത്തിൻ്റെയും ഉപകരണങ്ങളെക്കുറിച്ച് നാം യഥാർത്ഥമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര മനോഹരമായ കാര്യമാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുന്നത് എത്ര മനോഹരമായ കാര്യമാണ്. അവൻ നമുക്ക് ചെയ്തു തന്ന മാതൃക എങ്ങനെയാണ്, പാപത്തെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്, പാപം എങ്ങനെയാണ് ഭൂമിയിലേക്ക് പ്രവേശിച്ചത്, അതിനെ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് പോകുന്നത്, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച്, ജനങ്ങൾ കർത്താവുമായുള്ള ബന്ധത്തെക്കുറിച്ച്, ഇതൊക്കെയാണ് സമാഗമന കൂടാരത്തെ നാം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമക്കളെ, സമാഗമന കൂടാരം എന്ന് പറയുന്ന വിഷയം നാം പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലത്തെ അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഒന്നാമത്തെ ദിവസമായല്ലെങ്കിൽ ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ചിന്തിച്ചത് സ്വർഗീയമായ സമാഗമന കൂടാരം എന്താണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് ലളിതമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ലളിതമായിട്ട് ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. സ്വർഗത്തിൽ ഒരു സമാഗമന കൂടാരമുണ്ട്. സ്വർഗത്തിലുള്ള സമാഗമന കൂടാരത്തിൻ്റെ മാതൃക പ്രകാരമാണ് ഭൂമിയിൽ ഒരു സമാഗമന കൂടാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്വർഗീയമായ സമാഗമന കൂടാരം എന്താണ്? അവിടെ ഒരു പാപം ഉടലെടുത്തു, അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ തക്കവണ്ണം ദൈവം ഒരുക്കി വെച്ച ഒരു രക്ഷാപദ്ധതി, അതാണ് സമാഗമന കൂടാരം. അത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. കാരണം ഭൂമിയിലും ആ പാപം ഉടലെടുത്തു. അപ്പോൾ എങ്ങനെയാണ് ദൈവം ആ പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടി വളരെ ലളിതമായി നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നതാണ് സമാഗമന കൂടാരം. അതിനെയാണ് നാം മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത്. അതിനെയാണ് നാം ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എത്ര വിരോധാഭാസമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനപ്പെട്ട് വിശുദ്ധ നയിക്കുന്നതെന്ന് ദൈവം കാണിച്ചു തരുന്ന മാതൃകയെ, ദൈവം നമുക്ക് വരച്ചു തന്നിരിക്കുന്ന ആ വലിയ ഉദാഹരണത്തെ നാം വേണ്ട എന്ന് പറയുകയാണ്. എനിക്ക് പഠിക്കുവാൻ ബുദ്ധിമുട്ടെന്ന് പറയുകയാണ്, എനിക്ക് പഠിക്കുവാൻ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്, അത് വളരെ പ്രയാസം നിറഞ്ഞാണെന്ന് പറയുകയാണ്. പ്രിയമക്കളെ, അതുകൊണ്ട് നാം മനസ്സിലാക്കണം, സമാകൂടാരം പഠിക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ നാം നമ്മുടെ മനോഭാവത്തെ മാറ്റിയതിനു ശേഷം കുറച്ച് കഷ്ടപ്പെടുവാനും ഒപ്പം തന്നെ കുറച്ച് അധിക നേരം അതിന് സമയം ചെലവഴിക്കുവാനും നാം മനസ്സ് വെച്ചുകൊണ്ട് അതിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ആ സമാഗമന കൂടാരം വ്യക്തമായി തന്നെ നാം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയം ബൈബിൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നത്തക്ക തരത്തിൽ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായി മനസ്സിലാക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, അതാണ് ആത്യന്തികമായ സമാഗമന കൂടാരത്തിൻ്റെ ഏറ്റവും വലിയ കാതലായിട്ടുള്ള കാര്യം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു.
ഏദൻ തോട്ടത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വലിയ ത്യാഗം, നമുക്ക് വേണ്ടി മരണപ്പെട്ട, രക്തം ധാരധാരയായി ഒഴുക്കപ്പെട്ട, മുൾക്കിരീടം തലയിൽ ഏൽപ്പിക്കപ്പെട്ട, തൻ്റെ ഇരു കൈകളിലും കാലുകളിലുമായി കാലിരുമ്പിൻ്റെ ആഞ്ഞ് തറയ്ക്കപ്പെട്ട ആ വലിയ കഠോരമായ പീഡനത്തിൻ്റെ കഥ, ആ യേശുവിൻ്റെ ത്യാഗത്തിൻ്റെ കഥ, യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ കഥ, നമുക്ക് വേണ്ടി യേശു എങ്ങനെ മരിച്ചു എന്നതിൻ്റെ ആത്യന്തികമായ ഒരു വീക്ഷണം, ആത്യന്തികമായ ഒരു പിക്ചർ, അതിൻ്റെ അർത്ഥ തലകത്തെക്കുറിച്ചാണ് സമാഗമന കൂടാരം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് ഈ സമാഗമന കൂടാരം പഠിക്കുവാൻ തക്കവണ്ണം മനസ്സുണ്ടോ? അത് വായിക്കുവാനും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങൾക്ക് മനസ്സുണ്ടോ എങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിൻ്റെ പരപ്പ് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. ആ സമാഗമന കൂടാരത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ നമുക്ക് ആ സമാഗമന കൂടാരത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കി യേശുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം, നമ്മളുള്ള സ്നേഹത്തിൻ്റെ അഗാധമായ ആ സ്നേഹത്തിൻ്റെ, നമ്മളുള്ള ബന്ധത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ നിലനിൽക്കാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ പാപത്തിൻ്റെ കണികൾ ഉയർന്നു വരുമ്പോൾ, പാപത്തിൻ്റെ തീ ജ്വാല അല്ലെങ്കിൽ ആ തീപ്പൊരി വീണ് അത് ഉള്ളിൽ കത്തിത്തുടങ്ങുമ്പോൾ, അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഫയർ റെസ്ക്യൂ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാൻ തക്കണം പോകും. അതാണ് സമാഗമന കൂടാരം. യേശുവിൻ്റെ കാൽവറി രക്തം, അവൻ്റെ ത്യാഗം നമ്മുടെ പാപത്തെ കെടുത്തിക്കളയുവാൻ, പാപമാകുന്ന തീ, പാപമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ മുളയ്ക്കുവാൻ ആരംഭിക്കുമ്പോൾ അതിനെ വലിച്ച് പറിച്ച് കളയുവാൻ, ആ തീ ആളിക്കത്തുമ്പോൾ അതിൻ്റെ ആ തീജ്വാലകളെ അത് അണയ്ക്കുവാൻ തക്കവണ്ണം സമാഗമന കൂടാരത്തിന് സാധിക്കും. എന്ന് പറഞ്ഞാൽ ആ രക്ഷാപദ്ധതിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്ന, ആ വ്യക്തമായും നമ്മുടെ ഉള്ളിൽ ഉള്ള ഏതൊരു വ്യക്തിക്കും ആ സമാഗമന കൂടാരത്തെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു വ്യക്തികൾക്കും അത് നമുക്ക് മാറ്റുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവത്തിൻ്റെ കൃപ കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരൊക്കെ പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സമാഗമന കൂടാരം കൂടുതലായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. സകലമാന മുഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.